നമസ്കാരം, DRSലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന രണ്ട് ഇന്ത്യൻ താരങ്ങളെ പറ്റിയാണ്. T20 വേൾഡ് കപ്പിലേക്ക് നമുക്കറിയാം, T20 വേൾഡ് കപ്പ് ഇപ്പോൾ വരാനിരിക്കുകയാണ്, ജൂണിലേക്ക് നടക്കും. ആ വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടീമിന്റെ. ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റാണ്, എങ്കിലും ഇനിയും കുറച്ചുകൂടെ സ്ലോട്ടുകളൊക്കെ വരാനുണ്ട്. ആ സ്ലോട്ടുകളിലേക്കുള്ള താരങ്ങളെ BCCI ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സെലക്ടേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ, ഒന്ന് റിങ്കു സിംഗും ഒന്ന് സഞ്ജു സാംസണും. ഇവരിലുള്ള പ്രതീക്ഷകൾ എന്താണ്, അല്ലെങ്കിൽ ആരാധകർക്കായിക്കോട്ടെ BCCI ആയിക്കോട്ടെ ഇവരിലുള്ള പ്രതീക്ഷകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് റിങ്കു സിംഗിനെ പറ്റിയിട്ടാണ്. ഒരു സംശയം വേണ്ട, റിങ്കു സിംഗ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരിക്കും. ഏതാ T20 വേൾഡ് കപ്പിന്റെ പ്ലേയിങ് ഇലവനിൽ റിങ്കു സിംഗ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ധോണിക്ക് ശേഷം ഇത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫിനിഷറെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അതിനകത്ത് വേറെ ഒരു സംശയമില്ല, ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിങ്കു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, താരം, അദ്ദേഹം വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ ഉണ്ടായിരിക്കും. ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ പറ്റും, ഉറപ്പിച്ചോ അദ്ദേഹം ഉണ്ടായിരിക്കും. കാരണം ഫിനിഷിങ്ങിൽ വന്നിട്ട് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ അങ്ങനെ അധികം ആർക്കും, ഒരുപക്ഷെ ധോണിക്ക് പോലും ഇത്രയും മത്സരങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ കൺസിസ്റ്റൻസിയോടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, അല്ലേ? ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ എന്താ പറയുന്നത്, ഭയങ്കര മത്സരങ്ങൾ നടക്കുന്നു, ടീമിലോട്ട് കയറാനുള്ള വലിയ മത്സരങ്ങളാണ്. ഒരു കളി ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത കളി ഇടിച്ചു കയറാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. ആ ഒരു സിറ്റുവേഷനിൽ, അത്രയും പ്രഷറായിട്ടുള്ള സിറ്റുവേഷനിൽ വന്ന് കളിച്ചു തുടങ്ങിയിട്ടുള്ള കളി മുതൽ ഇങ്ങോട്ട് ഇതുവരെയും നല്ല കൺസിസ്റ്റൻസിയോടെ കളിക്കുക എന്നുള്ളത്, അതും ഫിനിഷിങ്ങിൽ ആ ഒരു വിശ്വാസ്യത പുലർത്തിയിട്ട് അതിന്റെ ഏറെക്കുറെ മത്സരങ്ങൾ അദ്ദേഹം നോട്ട് ഔട്ടാണ്. കളി ജയിപ്പിക്കേണ്ടത് കളി ജയിപ്പിക്കുന്നുണ്ട്. ഇനി റണ്ണ് വേണ്ടെടുത്ത് ഫസ്റ്റ് ബാറ്റിംഗ് റണ്ണ് റൺസ് എടുക്കുന്നുണ്ട്. അപ്പം അത്രയും വിശ്വാസത്തോടെ കളിക്കുന്ന ഒരു താരമാണ് റിങ്കു സിംഗ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകൾ ആരാധകർക്കും BCCIക്കും എല്ലാവർക്കും റിങ്കു സിംഗിന്റെ മേലുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും പ്ലേയിങ് 11 ഉണ്ടാവും T20 വേൾഡ് കപ്പിൽ. സഞ്ജു സാംസൺ ഏറ്റവും നമുക്ക് നല്ലൊരു അവസരമാണ് സഞ്ജു സാംസൺ അഫ്ഗാൻ സീരീസിൽ കിട്ടിയത്. നിർഭാഗ്യവശാൽ ആദ്യത്തെ 2 മത്സരങ്ങൾ അദ്ദേഹത്തെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്തെ മത്സരത്തിൽ ആരാധകരുടെ ഒരു രോക്ഷം മുറവിളി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ രോഹിത് ശർമ്മയും കോച്ചും കൂടെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തി വീണ്ടും അദ്ദേഹത്തെ ഒരു എന്താ പറയുന്നത് 5-6 സ്ഥാനം നമ്പറിലോട്ടാണ് അദ്ദേഹത്തെ പ്രിഫർ ചെയ്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. നമുക്കറിയാം സഞ്ജു സാംസന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ടോപ്പ് ഔട്ടിലാണ്. ആദ്യം 3 സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇറക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ വീണ്ടും ആ ഒരു ഫിനിഷിംഗ് സൈഡിലോട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പം അത് അദ്ദേഹത്തിന് അത്രയും വശമില്ലാത്ത കാര്യമാണ്, എങ്കിൽ പോലും അത് നല്ല രീതിയിൽ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ ഒരു സെഞ്ചുറി അടിച്ച് ഓടിയ മത്സരത്തിൽ. അപ്പം അങ്ങനെ ഒരു പ്രകടനം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് വിക്കറ്റുകളൊക്കെ പോയി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മൂന്നാമത്തേത്. സഞ്ജു സാംസൺ അവിടെ രോഹിത്തിനോട് നിന്ന് കൊടുത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തെ തേടി എത്തിയാണ്. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. IPL മിന്നം പ്രകടനം കാഴ്ചവെച്ചാൽ, അല്ലെങ്കിൽ റൺസിൽ ഒരു ടോപ്പ് 5 പൊസിഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സാധ്യത പറയാം. ഏകദേശം 10-13 പേരോളം ഏകദേശം T20 വേൾഡ് കപ്പിലേക്ക് സെറ്റാണ്. ഇനി ഒരു 2 പേരെ കൂടി കിട്ടിയാൽ മതി. ആ 2 പേർ ആരൊക്കെയാണെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ടാവും. അത് ആരെയാണ്? തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മയ്ക്കാണ് അങ്ങനൊരു ഇപ്പം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇഷാനുണ്ട്, KL രാഹുലുണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്. അപ്പൊ ഇവരിൽ 2 പേർക്കാണ് പ്ലേയിങ് 11 അല്ലെങ്കിൽ സ്ക്വാഡിലോട്ട് സ്ഥാനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതാരൊക്കെയാണ് നമുക്ക് നോക്കണം. എന്തായാലും വേൾഡ് കപ്പിൽ ആ ഒരു സ്ക്വാഡിലേക്ക് സ്ഥാനം ഉറപ്പിച്ചുള്ള 13 പേര് ആരൊക്കെയാണെന്നും അതിനുശേഷം ഒരു 13 പേരെ വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് അത് BCCI ഇങ്ങനെ അല്ലെങ്കിൽ സെലക്ടേഴ്സ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നമ്മൾ പിന്നൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സഞ്ജു സാംസന്റെ സാധ്യത വളരെ കുറവാണ്. എന്തായാലും സമയം ഇനി നല്ലപോലെ ഉണ്ട്. IPL കണ്ണും പൂട്ടി മിന്നും പ്രകടനം നടത്തിയാൽ മാത്രം ഒരു സാധ്യതയും കൂടി സഞ്ജു സാംസൺ ഉണ്ടാവും. ഇല്ലാത്ത പക്ഷം സഞ്ജുവിനെ മറന്നിട്ട് നമുക്ക് വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കഴിയണം. എന്തായാലും അടുത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.